കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാലയിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ശക്തമാകുന്നു. പഠിപ്പ് മുടക്ക സമരം 3-ാം ദിവസത്തിലേക്ക് കടന്നു. വൈസ് ചാൻസലറുടെ പല തീരുമാനങ്ങളും സർവകലാശാലയുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കുമെന്നാരോപിച്ചാണ് സമരം. അഴിമതി ചൂണ്ടിക്കാട്ടിയ ജീവനക്കാരെയും അധ്യാപകരെയും പ്രതികാര നടപടിക്ക് വിധേയരാക്കുന്നുവെന്നാരോപിച്ച് അധ്യാപക സംഘടനകളും സമരരംഗത്തുണ്ട്. അടുത്ത അധ്യയന വർഷത്തിലെ ഫീസ് ഭീമമായ രീതിയിൽ വർദ്ധിപ്പിച്ചതും സീറ്റ് വർദ്ധിപ്പിച്ചതുമാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. വെറ്ററിനറി വിദ്യാർത്ഥികളുടെ വാർഷിക ട്യൂഷൻ ഫീസ് 19,600 നിന്നും 52,600 രൂപയാക്കിയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ബിടെക് ഡയറി സയൻസ് വിദ്യാർത്ഥികളുടെ ട്യൂഷൻ ഫീസ് 6,800 രൂപയിൽ നിന്നും 38,900 രൂപയായും ഉയർത്തി. കഴിഞ്ഞ 5 വർഷത്തിനിടെ യൂണിവേഴ്സിറ്റി കോഴ്സ് ഫീസ് ഉയർത്തിയത് 13 ഇരട്ടിയായാണ്. ഈ സാഹചര്യത്തിലാണ് തങ്ങൾ പഠിപ്പ് മുടക്കിന് നിർബന്ധിതരായതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഇതിനെതിരെ വിദ്യാർത്ഥികൾ ഉയർത്തിയ എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ ഉയർത്തിയ പ്രതിഷേധ പ്രവർത്തനങ്ങൾക്കെതിരെ 2 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഡീൻ പ്രതികാര നടപടി എന്ന രീതിയിൽ എടുത്തിട്ടുള്ളത്. വെറ്ററിനറി കോളേജിലും മണ്ണുത്തി ഡയറി കോളേജിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ സീറ്റുകൾ വർദ്ധിപ്പിച്ചതും വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്യുന്നു. വൈസ് ചാൻസലറുടെ നേതൃത്വത്തിൽ നടന്ന അഴിമതി ചൂണ്ടിക്കാട്ടിയ ജീവനക്കാർക്കും അധ്യാപകർക്കുമെതിരെ പ്രതികാര നടപടികൾ കൈക്കൊള്ളുകയാണെന്നാണ് വിവിധ സംഘടനകളുടെ ആരോപണം. ജനാധിപത്യ രീതിയിലുള്ള സമിതികൾ ഇന്നേ വരെ രൂപീകരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സർവകലാശാല വൈസ് ചാൻസലർ ഏകാധിപതിയെ പോലെ പോകുന്നു. അദ്ദേഹത്തിൻ്റെ അഴിമതികൾ സർവകലാശാല പുറത്തേക്ക് കൊണ്ടുവരുന്ന സർവകലാശാല ജീവനക്കാരായാലും അധ്യാപകരായാലും അവരെ വ്യക്തിഹത്യ നടത്തുക എന്നുള്ള രീതിയിലേക്കാണ് വൈസ് ചാൻസലർ പോകുന്നത്. VC ഏകാധിപത്യ നിലപാട് തുടർന്നാൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് വിദ്യാർത്ഥി സംഘടനകളുടെയും അധ്യാപകരുടെയും തീരുമാനം. VCയെ നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ, തൃശൂർ.